അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹറം മാസത്തിലെ ഈ ഒരു നോമ്പിന് വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, മാ റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ യതഹറ സിയാമ യൗമിൻ ഫദ്ദലഹു അല്ലാഹു അലാ ഗൈരിഹി ഇല്ലാ ഹാദൽ യൗം യൗമ ആശൂറാ വഹാദ അശ്ശഹ്ർ യഅനി ശഹ്റ റമളാൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, റമളാൻ കഴിഞ്ഞാൽ പിന്നെ സുന്നത്ത് നോമ്പുകളിൽ അള്ളാഹുവിൻ്റെ റസൂൽ മുഹറം മാസത്തിലെ നോമ്പിന് പ്രാധാന്യം കൊടുത്തതുപോലെ മറ്റൊരു നോമ്പിനും അള്ളാഹുവിൻ്റെ റസൂൽ പ്രാധാന്യം കൊടുത്തത് എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് പ്രാധാന്യം നൽകിയിരുന്നു. പക്ഷേ അതിൻ്റെ പ്രാധാന്യം അതിൻ്റെ വുജൂബിനെ കാണിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമാണോ? ആദ്യം നിർബന്ധമായിരുന്നു, പിന്നീട് അത് ക്യാൻസൽ ചെയ്തു. നിർബന്ധം എന്ന അവസ്ഥ ക്യാൻസൽ ചെയ്തു. ആശൂറ ദിവസത്തെ നോമ്പിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കപ്പെട്ടു. ഫഖാല, അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, യുകഫിറു സനതൽ മാദിയ, ഒരു വർഷത്തെ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെടും. അഥവാ ഒരു വർഷം ചെയ്യുന്ന വൻ പാപങ്ങളല്ലാത്ത, വൻ പാപങ്ങൾ തൗബയിലൂടെ മാത്രമേ പൊറുക്കപ്പെടുകയുള്ളൂ. വൻ പാപങ്ങളല്ലാത്ത മാനുഷികമായി സംഭവിക്കുന്ന ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങൾക്കെല്ലാം പരിഹാരമാണ് ഒരു ദിവസത്തെ നോമ്പ്. അതുകൊണ്ട് തന്നെ മുഹറം മാസത്തിലെ ആ നോമ്പിലൂടെ ഒരു വർഷത്തെ ചെറിയ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ അവസാന കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം കൂടി പറഞ്ഞുപോയി. എന്താണത്? ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന സാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ആശൂറ വഅമറ ബിസിയാമി ഖാലൂ യാ റസൂലല്ലാഹ് ഇന്നഹു യൗമുൻ തുഅദ്ദിമുഹുൽ യഹൂദു വന്നസാറ. ആശൂറ ദിവസം നോമ്പ് നോറ്റപ്പോൾ സ്വഹാബികളിൽ ചിലർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, യഹൂദരും ക്രൈസ്തവരും ആദരിക്കുന്ന ഒരു ദിവസമാണ് ആശൂറ ദിവസം. ഏത് വിഷയത്തിലും യഹൂദരിൽ നിന്ന് ക്രൈസ്തവരിൽ നിന്ന് വ്യത്യസ്തമായ രീതി സ്വീകരിക്കണം എന്ന് പറഞ്ഞ ആ ഒരു കാര്യത്തെ സംബന്ധിച്ച് സ്വഹാബത്തിന് അറിയാം. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, യഹൂദന്മാരും ക്രിസ്ത്യാനികളും ആദരവ് നൽകുന്ന ഒരു ദിവസമാണല്ലോ നബിയെ അത്, അപ്പോൾ നാം എന്ത് ചെയ്യണം? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫഇദാ കാനൽ ആമുൽ മുഖ്ബിലു ഇൻഷാ അല്ലാഹ് സുന്നൽ യൗമത് താസിഅ. ഇൻഷാ അല്ലാഹ്, അടുത്ത വർഷം വന്നാൽ നമുക്ക് 9 കൂടി നോൽക്കാം. അവരിൽ നിന്ന് വ്യത്യസ്തരാകാൻ വേണ്ടി മുഹറം മാസത്തിലെ 9 കൂടി നോൽക്കാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. പക്ഷേ ഫലം യഅതിൽ ആമുൽ മുഖ്ബിൽ ഹത്താ തുവഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അടുത്ത വർഷം വരുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടു പോയി. അതുകൊണ്ട് തന്നെ ഉലമാക്കൾ പ്രവാചകന്റെ പ്രവൃത്തിയെയും വാക്കിനെയും ജമഅ ചെയ്തുകൊണ്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ നോറ്റത് ഏതാണ്? മുഹറം 10 തന്നെയാണ്. അതുകൊണ്ട് ആ ദിവസം നോൽക്കൽ സുന്നത്താണ്. അതേ സമയത്ത് റസൂലുള്ള പറഞ്ഞു, അടുത്ത വർഷം ഉണ്ടെങ്കിൽ ഞാൻ 9 നോൽക്കും. പക്ഷേ റസൂൽ നോറ്റിട്ടില്ല. പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. പ്രവാചകന്റെ വാക്കും സുന്നത്താണ്, പ്രവാചകന്റെ പ്രവൃത്തിയും സുന്നത്താണ്. അതുകൊണ്ട് ഖൗലിനെയും ഫിഅലിനെയും വാക്കിനെയും പ്രവൃത്തിയെയും ജമ്മ് ചെയ്തുകൊണ്ട് മുഹറം മാസത്തിലെ 9ഉം 10ഉം ദിവസങ്ങളിൽ നോമ്പ് നോൽക്കൽ ഏറെ ശ്രേഷ്ഠകരമാണ്. എന്ന് മാത്രമല്ല, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻ, സ്വഹാബികളുടെ കൂട്ടത്തിലെ ഫഖീഹാണ്, പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞതായി സ്വഹീഹായ റിവായത്തിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, സൂമുത് താസിഅ വൽ ആശിറ വഖാലിഫുൽ യഹൂദ്. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മുഹറം 9നും നോമ്പ് നോൽക്കുക, 10നും നോമ്പ് നോൽക്കുക, യഹൂദരിൽ നിന്ന് വ്യത്യസ്തരാവുക. അതുകൊണ്ട് സാധിക്കുന്നത്ര 9നും 10നും നോൽക്കുക. ഇല്ല എങ്കിൽ 10നെങ്കിലും നോൽക്കണം. ഒരു വർഷത്തെ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെടുന്ന ശ്രേഷ്ഠകരമായ നോമ്പാണ്. അതിനു പുറമെ ഈ പവിത്രമാസത്തിൽ എത്രയും നോമ്പുകൾ വർദ്ധിപ്പിക്കുന്നത് ഖൈറാണ്. മറ്റു സൽക്കർമ്മങ്ങളും വർദ്ധിപ്പിക്കുക, ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുക. ലോകങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം